തിരുപ്പിറവി ആഘോഷത്തിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനയും നടക്കും. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബസേലിയൂസ് മാർ ക്ലീമിസ് ബാവ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയാണ്. പട്ടത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനിസ, അവിടെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു അല്ലേ? അമൃത, തിരുവനന്തപുരത്ത് തിരുപ്പിറവി ആഘോഷങ്ങളുടെ പ്രാർത്ഥനയിലും സന്തോഷത്തിലുമാണ് ദേവാലയങ്ങൾ. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മലങ്കര കത്തോലിക്ക സഭ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് തിരുപ്പിറവി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. നിലവിൽ തീ ഒഴിക്കൽ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥന പുരോഗമിക്കുകയാണ്. ശേഷമായിരിക്കും തീ ഒഴിക്കൽ ശുശ്രൂഷ നടക്കുക. ക്ലീമിസ് കാത്തോലിക്ക ബാവ ശേഷം ക്രിസ്മസ് സന്ദേശം നൽകുന്നതായിരിക്കും. പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകന്റെ ജനന തിരുനാൾ നഗരത്തിനൊപ്പം ഗ്രാമപ്രദേശങ്ങളും ആഘോഷിക്കുകയാണ്. ഇവിടെ ആകെ ദീപാലങ്കാരങ്ങളും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി നഗരത്തിലെ പള്ളികൾ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. പ്രധാന പള്ളികളുടെയും സമീപ റോഡുകളുടെയും വർണ്ണാഭമായ അലങ്കാരത്തോടെയാണ് നഗരമാകെ ഉള്ളത്. ഇത്തരത്തിൽ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലും ഇന്ന് രാത്രി തിരുപ്പിറവി ആഘോഷത്തിന്റെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ക്രിസ്മസ് സന്ദേശങ്ങളും ഒക്കെ ഉണ്ടാകും. പുൽക്കൂട് ഒരുക്കിയും നക്ഷത്രങ്ങൾ ഒരുക്കിയും ഒക്കെ നാടും നഗരവും ക്രിസ്മസിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. ദേവാലയങ്ങളൊക്കെ പ്രാർത്ഥനയിലും തിരുപ്പിറവിയുടെ ആഘോഷ പരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അമൃത.